മഹദി ഇമാമിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ കേട്ടതിൽ മുക്കാൽ ഭാഗവും ദജ്ജാലിന്റെ ഫിത്നയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് ഇത്രമാത്രമാണ്: എന്റെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരുവൻ വരും, അയാൾ ഇമാം മഹദിയായിരിക്കും. ഇമാം മഹദി ഇസ്ലാം എന്താണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. പക്ഷേ നിങ്ങളത് വിശ്വസിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഉസ്താദുമാർ പറയുന്നത് മാത്രമാണ് പ്രവർത്തിക്കുക. ആ കാലഘട്ടത്തിൽ ഇസ്ലാം ഉറച്ച പണ്ഡിതന്മാർ ഉണ്ടാകില്ല. പണത്തിനു വേണ്ടിയും അവരുടെ നേതൃത്വത്തിനു വേണ്ടിയും അവരുടെ സ്വന്തം ആവശ്യത്തിനു വേണ്ടിയും സിഹറിന്റെ വക്താക്കളായും ജനങ്ങളെ വിഭജിച്ച് നേതാവാകാൻ വേണ്ടിയുമുള്ള പണ്ഡിതന്മാരായിരിക്കും കൂടുതലുണ്ടാകുക. ഇസ്ലാം മതത്തെ ആര് വിഭജിക്കുന്നുവോ അവൻ അനിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് ഓർക്കുക. ഈസാ നബി ഇപ്പോൾ ഭൂമിയിലുണ്ട്. ഹിദർ നബിയും മഹദി ഇമാം ഉണ്ട്. ഇവരിലേക്ക് ഇതെത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പറഞ്ഞു തന്നത് എല്ലാം നടന്നതാണ് എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയാണ് ഇത് നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത്. ഇമാം മഹദിയെയും ഈസാ നബിയെയും നിങ്ങളുടെ മുമ്പിലെത്തിയാൽ നിങ്ങൾ എന്തു ചെയ്യും? സെൽഫി എടുത്ത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ട്വിറ്റർ എന്നു പറയേണ്ട എല്ലാ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ഇടും. അപ്പോൾ തന്നെ മിസൈൽ വന്ന് അവരെ തീർക്കും. ഇമാം മഹദിയുടെ പഴയ ഫോട്ടോ വെച്ച് അവർ അന്വേഷിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ ക്യാമറയിലും നോക്കുന്നുണ്ട്. ഫേസ് ഡിറ്റക്ട് മെത്തേഡ് ഉപയോഗിച്ച് എവിടെ നിന്നെങ്കിലും ഒരു മിസൈൽ വരും. അതോടെ അവർ കൊല്ലപ്പെടാൻ സാഹചര്യമുണ്ടാകും. ഇവരെല്ലാം ഇന്ത്യയിലാണുള്ളത്. കാരണം ദജ്ജാലുള്ളത് ഇന്ത്യയിലായതുകൊണ്ട്. ദയവ് ചെയ്ത് കേരളത്തിലെ പണ്ഡിതന്മാർ 2000-ന് മുമ്പും ശേഷവുമുള്ള മദ്രസാ പഠനപുസ്തകം ഓരോന്നായി നേർക്ക് നോക്കി ചെക്ക് ചെയ്ത് തിരുത്തലുകൾ വരുത്തിയത് കണ്ടുപിടിച്ച് സത്യസന്ധമായ രീതിയിൽ കുട്ടികൾക്കും ജനങ്ങൾക്കും എത്തിക്കണമെന്ന് ഒരു അല്ലാഹുവിന്റെ അടിമ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാനൊരു സാധാരണക്കാരനാണ്, അല്ലാഹുവിന്റെ അടിമ. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 3 മണിക്ക് എണീറ്റ് തഹാജുദ് നിസ്കരിച്ച് അത്താഴം കഴിച്ച് ലോക സമാധാനത്തിനു വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയിലും നോമ്പു നോക്കിക്കഴിഞ്ഞാൽ അതുമങ്ങ് സംഭവിച്ചു കൊള്ളുമെന്ന്. ഈ വരുന്ന വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാ പള്ളികളിലും വൃത്തിയാക്കൽ പണിയുണ്ടെങ്കിൽ തീർക്കൽ നല്ലതാണ്. കാരണം ഈ വരുന്ന വെള്ളിയാഴ്ച ഔലിയാകൾ AC ഇല്ലാത്ത പള്ളികളിൽ ദർശനം നടത്താൻ വരാറുണ്ട്. വാങ്ങുന്നവരായും സാധാരണക്കാരന്റെ രൂപത്തിലും. AC ഉള്ള സ്ഥലത്ത് അവർ പ്രവേശിക്കാറില്ല. നല്ല രീതിയിൽ സമ്പാദിച്ച പൈസയല്ലാതെ ആ പള്ളിയിൽ ചെലവാക്കിയിട്ടുണ്ടെങ്കിലും അവർ ആ പള്ളികളിൽ കയറാറില്ല. അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സലാം പറയുക. അവർ വന്നത് ചോദിക്കുന്നവരായിട്ടാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ സമ്പാദിച്ച പൈസയുണ്ടെങ്കിൽ കൊടുക്കുക. റമദാൻ തുടങ്ങുന്ന മുമ്പുള്ള വെള്ളിയാഴ്ച ഔലിയാകൾ, മലക്കുകൾ, പണ്ഡിതന്മാർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന പള്ളികളിൽ നല്ല തിരക്കുണ്ടാകും. അവർ നല്ല രീതിയിൽ സമ്പാദിച്ച പൈസയിലുണ്ടാക്കിയ ചെറിയ പള്ളിയായാലും ശരി, AC ഇല്ലാത്ത പള്ളികളിൽ അവരുടെ ദർശനമുണ്ടാകും. ചില നാടുകളിൽ വീടുകളിലും. ഇത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം. ആ ദിവസം പെയിന്റ് പോലത്തെ പണികൾ എടുക്കാതിരിക്കുക. അന്ന് AC ഒഴിവാക്കിയാൽ നല്ലത് തന്നെ. ഇസ്ലാം എന്നാൽ എല്ലാം അല്ലാഹുവിങ്കിൽ നിന്ന് ആണ് എന്ന് ഉറച്ച വിശ്വാസികളാണ്. ഇസ്ലാം ഇറങ്ങിയത് അടിമത്തമുള്ള കാലത്തും പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലത്തും മുതിർന്ന ജാതിക്കാരും താഴ്ന്ന ചതികാരും എന്ന വേർതിരിവുള്ള കാലത്തും സ്ത്രീകൾക്ക് ഒരവകാശവും നൽകാത്ത കാലത്തും താഴ്ന്ന ജാതിക്കാർക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസവും വിജ്ഞാനവും നിഷേധിച്ചിരുന്ന കാലത്തുമാണ്. ഇസ്ലാം മതം 1460 വർഷം മുമ്പ് അറേബ്യയിൽ ഒരു പ്രദേശമായ മക്കയിലെ ഖുറൈശി ഗോത്രത്തിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം AD 570-ൽ മക്കയിൽ ജനിച്ചു. അനാഥനായി വളർന്ന അദ്ദേഹം സത്യസന്ധനായ ഒരു വ്യാപാരിയായി പേരുനേടി. 40-ാം വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച ശേഷം ഏകദൈവാരാധന ഇസ്ലാം മതത്തെ പ്രബോധനം ചെയ്തു. ഇതാണോ നിങ്ങൾ പഠിച്ച ഇസ്ലാം? ഇത് വീഡിയോ പോലെ ചെയ്യുവാൻ കാരണം ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഇമാം മഹദിയെയും ഹിദർ നബിയെയും ഈസാ നബിയെയും അറിയുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ചെയ്യരുത്. ദജ്ജാൽ എന്ന ഹഫ്സീർ സൃഷ്ടിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? ഇതിൽ ചിലർ അവരുടെ വിഭാഗത്തിന് പിരിവുമായി അവന്റെ ഉപ്പയുടെ അടുത്തുനിന്നും പണം വാങ്ങിയവരുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അവന്റെ പേര് പറഞ്ഞ് ഹോട്ടലിൽ പോയി ഭാഷണം ബുക്കിൽ കഴിക്കുന്നവർ. ഞാൻ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? പള്ളിക്കുവേണ്ടി, വീടിനുവേണ്ടി, അങ്ങനെ പലതിനും അവന്റെ പേര് പറഞ്ഞ് പറ്റിച്ചവർ. ഞാൻ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അവന്റെ അഡ്രസ് പ്രൂഫ് എടുത്ത് ഹജ്ജിന് പോയവർ വരെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? സ്വന്തം ഉമ്മന്റെ കാലിന്റെ നരമ്പ് മുറിക്കാൻ വേണ്ടി ഒത്താശ ചെയ്ത ഒരുതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ?
വെറും 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ചതിച്ച ഒരു അനിയനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? വേറെയും ചിലർ അവരുടെ ആവശ്യത്തിന് ചതിച്ച, വഞ്ചിച്ച ഒരു വിഭാഗം ആളുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? തായലക്കണ്ടി എന്ന കുടുംബത്തിലെ 105 ഏക്കർ സ്ഥലം ഒരു സർവേയറും അവരുടെ കൂട്ടാളികളും കൂടി കള്ളപ്രമാണവും അഡ്രസ് പ്രൂഫും ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരെയും ഉണ്ടാക്കി വിറ്റു. അത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് 2 സ്ഥലവും ഒരു മാരുതി കാറും വാങ്ങിയ കഥ. അല്ല, ഇത് നടന്ന സംഭവമാണ്. ഇതൊരു കഥ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഓരോ മനുഷ്യന്റെ ശരീരത്തിലും ഓടുന്നത് ചുവപ്പ് നിറത്തിലുള്ള ചോരയാണ്. എന്നാൽ ദജ്ജാൽ എന്ന ഹഫ്സീർ സൃഷ്ടിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? 2004 ഇടയിൽ മരണപ്പെട്ട ഒരാൾ നാട്ടിലേക്ക് എത്തിച്ചെല്ലുന്നു. അദ്ദേഹത്തിന് ശരീരത്തിലുള്ളത് ചുവപ്പ് നിറത്തിലുള്ള ഈ കാലഘട്ടത്തിൽ SSF എന്ന പ്രസ്ഥാനം, സാജിദ് എന്ന ഒരു യുവാവ് ഇരിക്കുറിൽ പ്രബോധനം നടത്തുന്ന കാലം. അങ്ങനെ ഈ മജ്ലിസുകളിൽ, ഇവർ നടത്തുന്ന സലാത്തുകളിൽ മുഹമ്മദ് പങ്കെടുക്കാൻ എത്തിപ്പെടുന്നു. നല്ലത് തന്നെ. നബിയുടെ മാഥ്, അറബിയിലുള്ള ഖുർആനിന്റെ പരിഭാഷയും പഠിപ്പിക്കുന്നു. അക്കാലഘട്ടത്തിൽ വേറെ ഒരു വിഭാഗമുണ്ട്. അവർ പരിഭാഷയ്ക്ക് അത്ര പ്രാധാന്യം നൽകാറില്ല. ഈ വിഭാഗത്തിലുള്ള ആൾക്കാർ കാണാത്ത രൂപത്തിൽ കുറച്ചാൾക്കാരെ അയക്കും ഈ സാജിദ് എന്നവൻ നടത്തുന്ന SSFന്റെ പരിപാടിക്ക്. അവിടെയുള്ളത് വുളൂ എടുത്ത് യാസീൻ ഓതി അതിന്റെ കുറച്ച് തർജ്ജമയും പഠിപ്പിച്ച് ദുആയും നടത്തുന്ന പരിപാടിക്ക്. അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ കയറി അവരുടെ വുളൂ മുറിപ്പിക്കാൻ വേണ്ടി. ഇതുകാരണം മുഹമ്മദിനെ അവർ വിലയ്ക്കാൻ കൽപ്പിച്ചു. അങ്ങനെ SSF എന്ന പ്രസ്ഥാനത്തിൽപ്പെട്ടവർ പറഞ്ഞു, നിങ്ങളിതിൽ വന്നാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നു പറഞ്ഞ്. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മതം പ്രബോധനം ചെയ്ത കാലത്ത് നിസ്കരിക്കുന്ന സമയത്ത് ദേഹത്ത് കുറച്ചാൾക്കാർ വന്ന് ഭാരമുള്ള ഒട്ടകത്തിന്റെ കുടൽമാല ചുമലിലിട്ടത് ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി, നിങ്ങൾ ചെയ്യുന്നതിൽ കുറച്ച് സത്യമുണ്ട്. അതവർ ഇഷ്ടപ്പെടുന്നില്ല. പള്ളിയിൽ വെച്ചു നടത്താൻ പാടില്ല. പള്ളി അല്ലാഹിന്റേതാണ്. അവിടെ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കാവാനും പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. അതിനുശേഷം മുഹമ്മദിനെ അവർ നിരസിച്ചു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. റമളാനായി. മുഹമ്മദിനെ രഗാഹത്തിൽ വലിയ സൂറത്തോതുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മുജാഹിദിന്റെ പാളിയിൽ സുബഹിക്ക് പോയി. അപ്പോഴതാ അവിടെയും ഇതേ പ്രശ്നം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അപ്പോൾ ഇവരും പറഞ്ഞു, നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന്. ഇതിന് കാരണം സുന്നിയിൽപ്പെട്ടവർ എന്നു പറയുന്ന വേറെ ഒരു വിഭാഗമുണ്ട്. അവരാണ് ഇതിന് കാരണം. അങ്ങനെ 2012-14 കാലഘട്ടത്തിൽ ഇതുപോലെ ജമാത്തിന്റെ പരിപാടിക്ക് പോയി ഇതേ പ്രശ്നമാണുണ്ടായത്. ഇതും അവർ തന്നെയാണ് കാരണം. കാരണമന്വേഷിച്ച മുഹമ്മദ് മനസ്സിലാക്കിയത് ദജ്ജാലിന്റെ വേണ്ടപ്പെട്ട ഒരാൾ. അയാൾ കണ്ണൂർ ജില്ലയിലെ ആ വിഭാഗത്തിൽ മുതിർന്ന നേതാവ്, പണ്ഡിതൻ, നീക്കുപോക്ക്, കൂടോത്രം, മാരണം, സിഹിർ ചെയ്യുന്ന വ്യക്തി, ദജ്ജാലിന്റെ നേതാവ്. അയാളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഇരിക്കുറിലെ പാളിയിൽ വയ്ക്കുവാൻ വേണ്ടി ശ്രമിച്ച അയാളുടെ അനുയായികൾ. അങ്ങനെ 2014-2018 കാലഘട്ടത്തിൽ ഈ തബ്ലീഗ് എന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ കൂടെ ഒരു ഹദീസ് വായിച്ച് അതിന്റെ അർത്ഥവും അതാരാണ് റിപ്പോർട്ട് ചെയ്തത് എന്നുമൊക്കെ പറയുന്ന തബ്ലീഗ് ക്ലാസ്സിന് മുഹമ്മദ് പങ്കെടുത്തു. അപ്പോഴും ഒരു വിഭാഗം ആളുകൾ വരും. അവർ ആൾക്കാരുടെ ശരീരത്തിൽ കയറി അവരുടെ വുളൂ മുറിപ്പിക്കാൻ വേണ്ടി. ഇത് കാരണം മുഹമ്മദിനെ അവർ വിലയ്ക്കാൻ കൽപ്പിച്ചു. സംഭവങ്ങൾ തുടർന്നു. മുഹമ്മദ് ബാങ്ക് വിളിക്കാൻ വേണ്ടി പള്ളിയിൽ പോയപ്പോൾ അവിടത്തെ മൈക്ക് ഓഫ് ചെയ്തു. ഇവരിൽപ്പെട്ട ഒരുവൻ ബാങ്ക് വിളിച്ചു. പക്ഷേ ബാങ്ക് വിളി ആരും കേട്ടില്ല എന്ന് പറഞ്ഞു. ഇതിൽ ചിലർ അവരുടെ വിഭാഗത്തിന് പിരിവുമായി അവന്റെ ഉപ്പയുടെ അടുത്തുനിന്നും പണം വാങ്ങിയവരുണ്ട്. അവൻ അയച്ചത് എന്ന് പറഞ്ഞ് പണം പഴിച്ചവരുണ്ട്. അവന്റെ പേര് പറഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ബുക്കിൽ ഭക്ഷണം കഴിക്കുന്നവർ, പള്ളിക്കു വേണ്ടി, വീടിനു വേണ്ടി, അങ്ങനെ പലതിനും അവന്റെ പേര് പറഞ്ഞ് അവന്റെ അഡ്രസ് പ്രൂഫ് എടുത്ത് ഹജ്ജിന് പോയവർ വരെയുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് നാളെ നരകം എന്ന ശാശ്വതമായ സ്ഥലം തന്നെയാണുണ്ടാകുക. ഇത്രയും ചെയ്ത ഈ വിഭാഗത്തിൽപ്പെട്ട ഒരുവൻ പോലും സ്വർഗ്ഗത്തിൽ പോകാനിടയില്ല. മുഹമ്മദിനെ ദ്രോഹിക്കാൻ കൂടി നിന്നതുകൊണ്ടും അവന്റെ മുതൽ നിങ്ങൾ അവനറിയാതെ അവന്റെ പിതാവിൽ നിന്ന് കൈപ്പറ്റിയതുകൊണ്ടും ചതിവഞ്ചന കൈക്കാൻ കൂട്ടുനിൽക്കൽ, അറിവിനെ തടയൽ, വിജ്ഞാനത്തെ തടയൽ, മുഹമ്മദ് എന്ന പേര് കളങ്കപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും ഇവരെപ്പോലെ കപടവിശ്വാസമുള്ളവരാകാതെ നിൽക്കുക എന്നു മാത്രമാണ് ഇതുകൊണ്ട് ഓരോ ഇസ്ലാം മതവിശ്വാസികളും അർത്ഥമാക്കേണ്ടത്. ഇതല്ല ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. കേരളത്തിലെത്തിയ മുഹമ്മദിനെ അനുഭവിക്കേണ്ടി വന്ന ചതിക്കുഴികൾ.
സൗദി അറേബ്യയിലെ രാജ്യത്തിലെ സൗദി രാജകുടുംബത്തെ മൊത്തം വിഡ്ഢികളാക്കിയ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു ഉസ്മാൻ എന്നവരും അവരുടെ കുടുംബവും ഇരിക്കൂർ എന്ന പ്രദേശത്തെ ചില നാട്ടുകാരും കൂടി വിഡ്ഢികളാക്കി കുടിരിക്കുന്ന ഒരു സത്യം പറഞ്ഞു തരട്ടെയോ? ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശമായ കൊള്ളപ്പ എന്ന സ്ഥലത്ത് സലാമിന്റെ മകനായി ജീവിച്ചുവരുന്ന മുഹമ്മദ് റംഷാദ് എങ്ങനെ മുഹമ്മദ് അഫ്സീറായി എന്നു പറഞ്ഞു തരട്ടെയോ? പെരുന്നാളിന്റെ കുറച്ചു ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സലാംക ഗൾഫിൽ നിന്ന് വരുന്നത് നാളെയാണ്. നല്ല ഡ്രസ്സും ഷൂവും ചോക്ലേറ്റും പുതിയ കണ്ണടയും കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു മുഹമ്മദ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സ്കൂള് പൂട്ടിയ സമയത്ത് സലാംഖാന്റെ ഭാര്യ മുഹമ്മദിനെയും കൂടി ഇരിക്കൂറിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയത്. അവിടെ നിന്നാണ് ഹഫ്സീർ ദജ്ജാലിനെ അവൻ കണ്ടുമുട്ടുന്നത്. മുഹമ്മദിന്റെ രൂപത്തിൽ തന്നെയുള്ള ഹഫ്സീർ ദജ്ജാൽ പരിചയപ്പെട്ടു. ഹഫ്സീർ ദജ്ജാൽ മുഹമ്മദിന്റെ കയ്യിലുള്ള വാച്ചും ഷൂവും കളിക്കുവാൻ വേണ്ടി വാങ്ങിച്ചു ധരിച്ചു. ഹഫ്സീറിന്റെ താടി പടിക്ക് തട്ടി പൊട്ടി തുന്നിടാൻ വേണ്ടിയാണ് ആ ഹോസ്പിറ്റലിൽ വന്നത്. മുഹമ്മദാണെങ്കിൽ ഒരു പിറന്ന കുട്ടിയെ കാണാൻ വേണ്ടിയാണ് സലാംഖാന്റെ ഭാര്യ മുഹമ്മദിനെയും കൂടി പോയത്. അവിടെ ഇവരെ രണ്ടുപേരെയും തനയാതെ നിലയിലാക്കി ഹഫ്സീറിന്റെ ഉമ്മയും സലാംഖാന്റെ ഭാര്യയും കുട്ടിയെ കാണാൻ പോയി. അപ്പോൾ ഒരു നഴ്സ് മറ്റൊരു നഴ്സിനോട് പറയുന്നത് കേട്ടു, ഞാൻ ഇവരുടെ കുട്ടിയെ എടുത്ത് അപ്പുറത്ത് ജനിച്ച കുട്ടിയുമായി മാറ്റിവെക്കാറുണ്ട്. ഇവർ വിചാരിക്കുന്നത് അവർക്ക് കിട്ടുന്നത് അവർ അവരുടെ കുട്ടിയാണെന്ന്. അത് കേട്ട ഹഫ്സീർ, ഞാനിത് ആരോടും പറയില്ല എന്ന് പറഞ്ഞു. ഇവൻ പറയുമായിരിക്കും, അതിനാൽ മുഹമ്മദിനെ കൊല്ലാൻ പറഞ്ഞു. ആ പറഞ്ഞ നഴ്സ് മുഹമ്മദിനെ പിടിച്ചു വലിച്ച് മൂക്കടിച്ചു പൊളിച്ചു. അവന്റെ കണ്ണടയും ഡ്രസ്സും എടുത്ത് ഹഫ്സീറിന് കൊടുത്തു. ഹഫ്സീറിന്റെ ഡ്രസ്സെടുത്ത് മുഹമ്മദിന് ഇട്ടുകൊടുത്തു. എന്നിട്ട് കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി വന്ന പ്രായമായ ആള് കരഞ്ഞു പറഞ്ഞു ആ കുട്ടിയെ വെറുതെ വിടുവാൻ. അപ്പോൾ ആ നഴ്സ് ആ പ്രായമായ ആളുടെ ഓർമ്മക്കുറവിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത് മുഹമ്മദിന് പോക്കിൽ വെച്ചു കൊടുത്തു. മുഹമ്മദിന്റെ ഓർമ്മയെ നഷ്ടപ്പെടുത്തിയത് അല്ലാഹു ആണ് മുഹമ്മദിനെ രക്ഷിച്ചത്. അങ്ങനെ കണ്ണടയില്ലാതെ മുഹമ്മദിന് വായിക്കുവാനും എഴുതാനും കഴിയില്ലായിരുന്നു. മുഹമ്മദിന് അവന്റെ പൊട്ടുമ്മയുടെ വെളുത്ത മുഖവും പാട്ടും നല്ല ഇഷ്ടമായിരുന്നു. അതുമാത്രമാണ് ഓർമ്മ വരുന്നത്. പേര് മുഹമ്മദ് എന്നും മാത്രം ഓർമ്മയുണ്ട്. അങ്ങനെ മുഹമ്മദ് ചെന്നെത്തുന്നത് ഒരു പഴയ തറവാട്ടിലാണ്. തായിലക്കണ്ടി എന്നു പേരുള്ള തറവാട്ടിൽ. എങ്ങനെ കുറച്ചു ദിവസങ്ങൾ നല്ല മരണവേദനയോടെ കഴിഞ്ഞുപോയി. മുഹമ്മദിന്റെ മൂക്കിന്റെ പാലം വളഞ്ഞു തന്നെ ആ നഴ്സ് തുന്നിക്കെട്ടി. ആ നഴ്സിനെ ആ നാട്ടിലെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. പക്ഷേ അവർ ചെയ്തത് ആ നാട്ടിലെ ഒരാളും അറിയാത്തകൊണ്ട് മാത്രം. അപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓർമ്മ വന്നത്, മുലകുടി ബന്ധമുള്ള ഏതൊരു കുട്ടിയും ആ ഉമ്മയുടെ കുട്ടി തന്നെയാണ് എന്നത്. സത്യം പറയുന്നതിനെതിരെയാണ് നഴ്സ് മുഹമ്മദിനെ കൊല്ലാൻ നോക്കിയത്. അതിന് ഒത്താശ ചെയ്ത ഹഫ്സീറിന് കിട്ടിയത് ഗൾഫുകാരന്റെ മകനായി ജീവിക്കാനുള്ള ഭാഗ്യവും. പക്ഷേ അല്ലാഹു ആണ് മുഹമ്മദിനെ രക്ഷിച്ചത്, പ്രായമായ ആളുടെ രൂപത്തിൽ. ഹഫ്സീർ ദജ്ജാൽ ജനിച്ചപ്പോൾ തന്നെ ടി അബൂകാക എന്നവർ പറഞ്ഞിരുന്നു, ഇവൻ 8ൽ പെറ്റതുകൊണ്ട് ആള് ശരിയല്ല, അവന്റെ ജന്മം ദജ്ജാലിന്റെയാണ് എന്ന്. അങ്ങനെ വീണ്ടും 1ാം ക്ലാസ്സിൽ പട്ടുവം സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. അപ്പോഴും മുഹമ്മദിന് വയറുവേദനയെടുത്ത് സ്കൂളിൽ പോവാതെ ഇരുന്ന ദിവസം അവന് പകരം ദജ്ജാൽ പോയി അവിടെ ടീച്ചറെ അടിക്കുകയും ക്ലാസ്സിൽ പ്രശ്നമുണ്ടാവുകയും ചെയ്യും. പിറ്റേന്ന് പോകുന്ന മുഹമ്മദിന് അടി കിട്ടും. അങ്ങനെ അവൻ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ 6ാം ക്ലാസ്സിലെത്തി. അവിടെ വെച്ച് ദജ്ജാൽ എന്ന ഹഫ്സീർ മുഹമ്മദിന്റെ കൂട്ടുകാരനെപ്പോലെ അഭിനയിച്ചുപോയി. അങ്ങനെ ഒരു ദിവസം പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പോറ്റുമ മുഹമ്മദിന്റെ രക്ഷിതാവായി അവിടെ ഒപ്പുവെച്ചായിരുന്നു. അപ്പോഴതാ അവന്റെ പോറ്റുമയെ വീണ്ടും കാണുന്നു. അവൻ ഉമ്മ എന്ന് വിളിച്ചു പുറകിൽ നടന്നു. ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തെത്തി പോറ്റുമ തിരിഞ്ഞുനോക്കി. അപ്പോഴേക്കും പിറകിൽ നിന്നൊരു പാലക്കയെടുത്ത് തലയ്ക്കടിച്ചത് ഹഫ്സീർ ദജ്ജാലായിരുന്നു. മുഹമ്മദിന്റെ ബോധം പോയി. എണീറ്റ് നോക്കുമ്പോൾ വീണ്ടും മുഹമ്മദുള്ളത് ആ താറാവാട്ടിലായിരുന്നു. ഇതറിഞ്ഞ ഹെഡ്മാഷ് ഇപ്പോഴുള്ള മുഹമ്മദിന്റെ രക്ഷിതാവിനെ കൂടി വരാൻ പറഞ്ഞു. അങ്ങനെ ഈ പോറ്റുമ വന്നു. സലാംഖാന്റെ ഭാര്യയെ കാണാൻ പോയി. അവിടെ നോക്കുമ്പോൾ ഹഫ്സീർ ദജ്ജാൽ സലാംഖാന്റെ പെണ്ണുകുട്ടിയായുള്ള മകളുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുന്നു. സലാംഖാന്റെ ഭാര്യ കാരണും കൊണ്ട് മുഹമ്മദിനെ അരിയില്ലാന്ന് പറഞ്ഞു. ഇതും ഹഫ്സീറിന്റെ ഉമ്മയും കാണുന്നുണ്ട്. അങ്ങനെ പുറത്തുപോകുന്ന മുഹമ്മദും ആ പോറ്റുമ്മയും പുറത്തുള്ള ആളോട് പറഞ്ഞു, ആ കുട്ടിക്ക് ഭ്രാന്താണ് എന്ന് അവന്റെ ഉപ്പയായ സലാംഖായെ അറിയിക്കാൻ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇരിക്കൂറിലേക്ക് പോയി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു. നല്ല മഴയുള്ള ദിവസം ഹഫ്സീർ എന്ന ദജ്ജാൽ മുഹമ്മദിനെ തലയ്ക്ക് കല്ലുകൊണ്ട് പുറകിൽ നിന്ന് അടിച്ച് തോട്ടിൽ മുക്കി കൊല്ലാൻ നോക്കി. പക്ഷെ അല്ലാഹു മുഹമ്മദിനെ വീണ്ടും രക്ഷിച്ചു. അങ്ങനെ വീണ്ടും അടുത്ത വർഷമായി. വേറെ ഒരുത്തനെ കൊണ്ട് അവൻ മുഹമ്മദിനെ സലാംഖാന്റെ ഹോട്ടലിൽ വർത്തിച്ച് മുഹമ്മദിന് എലിവിഷം പുരട്ടിയ മുട്ട പുഴുങ്ങിയത് കൊടുത്തു. അപ്പോൾ സലാംഖ അവിടെയെത്തി. ഹഫ്സീർ എന്ന ദജ്ജാൽ അവിടുന്ന് ഓടിക്കളഞ്ഞു. സലാംഖ മുഹമ്മദിന് ഉപ്പും വെള്ളവും കുടിപ്പിച്ച് ഛർദ്ദിപ്പിച്ചു. അങ്ങനെ സലാംഖാന്റെ രൂപത്തിൽ അല്ലാഹു മുഹമ്മദിനെ രക്ഷിച്ചു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു. ഹഫ്സീർ ദജ്ജാൽ എന്നവൻ ആ നേഴ്സിനെയും നേഴ്സിന്റെ മകനെയും കൊന്നു, കള്ളനു. കാരണം ആ നേഴ്സ് എല്ലാ സത്യങ്ങളും കത്തെഴുതി കലക്ടർക്കും എല്ലാവർക്കും അയച്ചുകൊടുത്തു. അതുമാത്രമല്ല, മുഹമ്മദിനെ കൊല്ലാതെ വിടുകയും ചെയ്തതുകൊണ്ട്.
ഈ സംഭവം നടന്നത് 2002-04 ആയിരുന്നു. 2005-ൽ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ബാറിന്റെ മുകളിൽ കൂടി കൊണ്ടുപോയി ഉന്തിയിട്ടു. അങ്ങനെ അല്ലാഹു മുഹമ്മദിനെ വീണ്ടും രക്ഷിച്ചു. 2019 ഷാർജയിൽ വെച്ച് വേഗതയുള്ള റോഡ് മുറിച്ചു കടപ്പിച്ചു ഹഫ്സീർ എന്ന ദജ്ജാൽ. പക്ഷേ അല്ലാഹു മുഹമ്മദിനെ വീണ്ടും രക്ഷിച്ചു. ഹഫ്സീർ ഹോസ്പിറ്റലിലായി എന്ന് അഭിനയിച്ചു. സൗദിയിലുള്ള ആളുടെ കയ്യിൽ നിന്നും പണം കൊള്ളയടിക്കാൻ വേണ്ടി മുഹമ്മദിന്റെ അഡ്രസ് പ്രൂഫ് ഉപയോഗിച്ച്. ഇതിനൊത്താശ ചെയ്തവരുമുണ്ട്. അവരെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? 2023-ൽ ഹഫ്സീർ എന്ന ദജ്ജാൽ കാണാത്ത രൂപത്തിൽ മുഹമ്മദിന്റെ ചങ്കിൽ വിഷമുള്ള പാമ്പിനിൽ ചങ്കിൽ ചുറ്റി പാർഷണിക്കടവിൽ നിന്നും ഇരിക്കൂറിലേക്ക് ബൈക്കിൽ കൊണ്ടുപോയി കൊതിക്കാൻ നോക്കിയ കഥ അല്ല, നടന്ന സംഭവം ഒരു കഥ പോലെ പറഞ്ഞു തരട്ടെയോ? ഈ വർഷങ്ങളിൽ മുഹമ്മദിന് അവന്റെ ബാപ്പയയച്ച പൈസ ഒരു കൂട്ടം ആളുകൾ ആ തറവാടിന് വയറിംഗ് ചെയ്യുന്നതിനു വേണ്ടി എടുത്തു. പിന്നെ അവന്റെ പേരിൽ പല ആൾക്കാരും മുഹമ്മദിന്റെ സമ്മതമില്ലാതെ പണം വാങ്ങിത്തുടങ്ങി. മോഷണം തുടങ്ങി. എല്ലാ തെമ്മാടിത്തരത്തിന്റെ പിന്നിലും ഹഫ്സീർ എന്ന ദജ്ജാൽ എന്നവനുണ്ടായിരുന്നു.